VC നിയമനത്തിലെ സുപ്രീം കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. VCയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണെന്നും കോടതി ഇക്കാര്യം പരിഗണിക്കുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി VCയെ തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ പറഞ്ഞു. It honors that the chancellor has his own right to select the vice chancellors. But after some time, the very same provisions are being ignored by the judges, by the Supreme Court. Very same provisions. And the court appoints a search committee for what? വിജിൻ വായാന്തോടിന്റെ വിവരങ്ങൾ നൽകാൻ. വിജിൻ, VC നിയമനത്തിൽ ഒന്നും നടക്കാത്തത് കൊണ്ട്, അതായത് സമവായവും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് VCമാരെ നിയമിക്കാൻ സുപ്രീം കോടതി അധികാരം ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് സുപ്രീം കോടതി VCമാരെ നിയമിക്കുമെന്നുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗവർണർ വിധിയെ അല്ലെങ്കിൽ ജഡ്ജിയെ വിമർശിക്കേണ്ടി വരുന്നത്? നൗഫൽ, അതായത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനം അത് കുറേ കാലമായി നിയമപോരാട്ടത്തിലാണ്. സർക്കാരും ഗവർണറും തമ്മിൽ ഒത്തുതീർപ്പിലേക്ക് എത്തുകയോ സമവായത്തിലേക്ക് എത്തുകയോ ഒന്നും ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കോടതിയുടെ വലിയ വിമർശനം സർക്കാരിനും ഗവർണർക്കുമെതിരെയൊക്കെ നിരവധി തവണ ഉണ്ടായത്. അതിനിടയിലാണ് സമവായത്തിലേക്ക് എത്തൂ എന്ന് കൈകൂപ്പിക്കൊണ്ട് കോടതി സർക്കാരിനോടും ഒപ്പം തന്നെ രാജ്ഭവനോടും ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഒരു സമവായത്തിലേക്ക് എത്താൻ ഗവർണർ തയ്യാറായിരുന്നില്ല. സർക്കാർ മന്ത്രിമാർ, മുഖ്യമന്ത്രി തന്നെ നേരിട്ടും ഒക്കെയായി രാജ്ഭവനിലെത്തി ഇക്കാര്യത്തിൽ പലതവണ ചർച്ച നടത്തിയതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഗവർണർ വഴങ്ങാനോ സമവായത്തിലേക്ക് എത്താനോ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് സുപ്രീം കോടതിയെ തങ്ങൾ തീരുമാനമെടുത്തോളാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ഒരു സെർച്ച് കമ്മിറ്റിയെ, അത് റിട്ടയർഡ് ജസ്റ്റിസ് ദൂലി അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിക്കുകയും ആ സമിതിക്ക് ഗവർണറും സർക്കാരും 2 വീതം പ്രതിനിധികളെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ സർക്കാരിന്റെയും ഗവർണറുടെയും 2 വീതം പ്രതിനിധികളെ വെച്ചാണ് ജസ്റ്റിസ് ദൂലിയ അധ്യക്ഷനായ സമിതിക്ക്, സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകുകയും അത് നിലവിൽ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഒക്കെ പരിഗണിച്ച് അതിന്റെ അഭിമുഖം ഒക്കെ സംഘടിപ്പിച്ച ശേഷം 5 വീതം പേരുടെ പട്ടിക അത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തത്. അന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നത് ഈ പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറിയാൽ അതിൽ പ്രയോറിറ്റി മുഖ്യമന്ത്രി നിശ്ചയിക്കണം. ആ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ തീരുമാനമെടുക്കണം. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഗവർണർക്കുണ്ടെങ്കിൽ സുപ്രീം കോടതിയെയോ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയോ ചൂണ്ടിക്കാട്ടണം എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ അത് മറികടന്ന് സിസ തോമസിനെയും ഒപ്പം തന്നെ പ്രിയ ചന്ദ്രനെയും ഇരു സർവകലാശാലകളിലും വെക്കുകയാണ് എന്ന് കാണിച്ച് സുപ്രീം കോടതിയിൽ ഗവർണർ തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് സർക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഒരു കാരണവശാലും സമവായത്തിലെത്താൻ ഇരു കക്ഷികൾക്കും പറ്റുന്നില്ലല്ലോ എന്ന ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചു. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞത് തങ്ങൾ തന്നെ നേരിട്ട് VCയെ നിയമിച്ചോളാം എന്നുള്ളതായിരുന്നു. ആ തീരുമാനം ഗവർണർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പുറത്തുവരുന്നത്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.